പെരുവമലയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ അങ്ങോട്ട് പോവാൻ നിൽക്കുക. അപ്പൂപ്പൻ താടിക്കുന്ന് നാട്ടാ ഞാൻ ആ മലേനെ പേരിട്ടിരിക്കണേ. ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് അങ്ങോട്ട് പോവാ. ഇതെന്റെ ഫ്രണ്ട്. മാമൻ കെട്ടിയത് കൊണ്ട് എന്റെ ആന്റി. ലിപ്സ്റ്റിക് ഇട്ട ആന്റിയുടെ വിചാരം ഐശ്വര്യ റോയ് ആണെന്നാണ്. ഞങ്ങളിപ്പോ മാമന്റെ വീട്ടിലാണ്. മാമൻ ഞങ്ങളെ പെരുവമലയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മേക്കപ്പ് ചെയ്ത് തീരാത്തോണ്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഇതാണ് എന്റെ മാമ. ഇതാണ് പെരുവമല. ഈ ഗേറ്റ് കടന്നിട്ട് വേണം നമ്മൾ മലയിലേക്ക് പോവാൻ. ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലം മലയുടെ മുകളിലാണ്. ഞാനും ആൻറ്റിയും അമ്മയും ഒരു ടീമായിട്ടാണ് പോകുന്നത്. പക്ഷെ മാമനും ഉണ്ണിയും അച്ഛനും വേഗം അവിടെ എത്തി. ഇവിടെയൊക്കെ കയറി മെല്ലെ മെല്ലെ അവിടെ എത്തുമ്പോഴേക്കും കുറേ ചേച്ചിമാരേനൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ നടന്ന് അവരുടെ ഒപ്പം എത്തി. അമ്മയായിരുന്നു വീഡിയോഗ്രാഫി. അങ്ങനെ ഞങ്ങൾ മുകളിൽ എത്തുമ്പോഴേക്കും അമ്മ ഓരോ ബിൽഡിങ്ങിനെയും സൂം ചെയ്ത് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ പിടിച്ച് ദാ നമ്മുടെ ശോഭാ സിറ്റി. എനിക്ക് ശോഭാ സിറ്റി വളരെ ഇഷ്ടമാണ്. പക്ഷെ ഒരു തവണ കണ്ടിട്ടുള്ളൂ. ഞങ്ങളെ പോലെ തന്നെ മല കാണാൻ കുറെ ആന്റിമാരും കയറിയിട്ടുണ്ട്. ഈ അപ്പൂപ്പനെ കണ്ടപ്പോൾ മുണ്ടിൽ എന്തോ ഉറുമ്പ് കയറിയെന്നാണ് എനിക്ക് തോന്നണത്. അപ്പൊ ഗൈസ് അമ്മ മാമന്റെ കൂടെ നടക്കുന്നത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ കുറേ പച്ചമരം കണ്ടു. അപ്പൊ എനിക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഓടി നടക്കാൻ തോന്നി. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിലത്തെ കായ എടുത്തിട്ട് ഞാൻ എൻ്റെ അനിയനെ എറിഞ്ഞു കളിച്ചു. അമ്മ അതേ ഫോണിന്റെ സൂമിങ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 720 രൂപ ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ. ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ അമ്പലം എന്ന് അച്ഛനും അമ്മനും പറയണ കേട്ടു. നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഒരമ്പലത്തിക്കാണ്. നമ്മുടെ അമ്പലം അച്ഛയുണ്ട്, അമ്മയുണ്ട്, മാമുണ്ട്. ഇത് ശിവന്റെ അമ്പലമാണെന്ന് മാമൻ പറഞ്ഞു. അപ്പൊ ഗൈസ് മാൾട്ടിക്ക് റെസ്റ്റ് കൊടുത്തിട്ട് ഞാൻ ഫോൺ തട്ടിപ്പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇനി കുറച്ചു നേരം ഞാനായിരിക്കും നിങ്ങളുടെ കൂടെ. ഞാൻ ഫോൺ എടുത്ത് തുടങ്ങിയപ്പോഴേക്കും അമ്മ എന്റെയും ഫോൺ തട്ടിപ്പറിച്ചിട്ട് അമ്മ വീഡിയോ എടുക്കാൻ തുടങ്ങിട്ടോ. ഞങ്ങൾക്ക് തരാൻ പഠിച്ചിട്ട് അവള് വേറെ സൈഡിൽ വരുന്നിട്ട് അവള് കുറെ സാധനങ്ങൾ കുത്തിക്കേറ്റുണ്ട് കേട്ടാ. ഒറ്റയ്ക്ക് തിന്നണോണ്ടല്ല കുഴപ്പം. ഈ സാധനം നിലത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന അറിയാണ്ടുള്ള പ്രശ്നമാണ്. ആടെ അവള് നിലത്തേക്ക് വീണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്റെ കഷ്ടാലത്തിന് അവള് നിലത്ത് വീണൂല, ഒന്നും സംഭവിക്കുകയും ചെയ്തില്ല. മരം കയറാൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് തിന്നു പോരാണ്ട് ഒറ്റയ്ക്ക് മരം കയറാൻ പോയിരിക്കുകയാണ്. ചൊമ്പെടുത്ത കൊരങ്ങൻ. നിങ്ങളിപ്പോ വിചാരിക്കണ്ടാവും അമ്മ ആസ്വദിച്ച് കാറ്റുള്ളാന്ന്. പക്ഷെ അമ്മ വീഡിയോക്ക് പോസ് കൊടുക്കുക. ഇതേപോലത്തെ ലവ് ബേർഡ്സ് ഇവിടെ കുറെ ഉണ്ട്. അമ്മയുടെ മുഖം കണ്ടിട്ട് അച്ഛന് ചിരി നിർത്താനേ വെച്ചിരിക്കുക. ഇവര് കുറെ കാലിന്റെ കൈന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കണ്ടായിരുന്നു. അപ്പൊ എന്നോട് അവര് ട്രെൻഡാന്നാണ് പറഞ്ഞത്. അച്ഛന്റെ മുടി ശരിയാക്കണു, അമ്മ ചിരിക്കണു. ഞങ്ങൾ ആദ്യം മലയ്ക്ക് വന്നപ്പോ ആരുമില്ല എന്നാട്ടോ വിചാരിച്ചേ. പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോ കുറെ ആൾക്കാരായി. ഈ ഞങ്ങൾ ഇപ്പൊ വീഴില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫോട്ടോ ഒക്കെ എടുക്കണത്. അമ്മ മാമനെ വിളിച്ചിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് പരീക്ഷിച്ച് നോക്കണം. അമ്മ നിന്ന് തിരിയാ, മാമന്റെ വിളിക്ക് പോയി. മരം കയറാനുള്ള ആഗ്രഹം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചില്ല. ഞാൻ അത് തുടർന്നോണ്ടേ ഇരിക്കുക. അങ്ങനെ കയറി തുടങ്ങിയപ്പോ അവൻ കയറണമെന്ന് പറഞ്ഞിട്ട് അവനെ ഉന്തിയിട്ടു. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് അവൻ കയറണ കണ്ടിട്ട് ഡാൻസ് കളിക്കായിരുന്നു. എന്നിട്ട് ഇത് കണ്ടിട്ട് ആന്റിയും മാമനൊക്കെ ചിരിക്കാൻ തുടങ്ങി. നമ്മുടെ മണിച്ചേട്ടൻ പാട്ട് പാടിയില്ലേ ഒരു പാട്ട്, തകതാരങ്ങടി തകിലിറങ്ങടി താമരക്കിളിയെ. ആ പാട്ടാണ് ഞാൻ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്. അച്ഛന്റെ ഫോണില് സ്റ്റാറ്റസിലത്തെ പാട്ട് കേട്ടപ്പോഴാണ് ഞാൻ അങ്ങനെ കളിക്കാൻ തുടങ്ങി. എന്നിട്ട് അച്ഛനോട് വെക്കാൻ പറഞ്ഞപ്പോ അച്ഛൻ വെച്ചില്ല. എന്നിട്ട് അമ്മ അച്ഛന്റെ ചീത്ത പറഞ്ഞപ്പോഴാണ് വെച്ചത്. അപ്പൂപ്പൻ താടി ഞാൻ നിലത്ത് കിടക്കണുണ്ട്. അപ്പൊ മരത്തിന്റെ മുകളിൽ കുറെ അപ്പൂപ്പൻ താടി കണ്ടു. അപ്പൊ ഞാൻ മാമനോട് പറഞ്ഞു കുറച്ച് പൊട്ടിച്ചേരാൻ. അപ്പൊ കുറെ അപ്പൂപ്പൻ താടി വെച്ച് ഞങ്ങള് കുറെ റീൽസ് എടുത്തു. അത് കഴിഞ്ഞപ്പോ എന്നെ കൂട്ടാണ്ട് ഇവര് എല്ലാരും വീഡിയോ എടുത്തു. അപ്പൊ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെള്ളം ചോദിക്കായിരുന്നു. ഞങ്ങളെല്ലാരും ഞെട്ടി. അച്ഛൻ ഒരു ഫോട്ടോ എടുക്കാത്ത ആളാ. ഇപ്പൊ അത് അപ്പൂപ്പൻ താടീനെടുക്കാൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ആന്റി അമ്മയും പറഞ്ഞു എനിക്ക് അപ്പൂപ്പൻ താടി എടുത്തു തരാൻ, റീൽസ് എടുക്കാൻ. അപ്പൊ ഞാൻ അവർക്ക് രണ്ടാൾക്കും അപ്പൂപ്പൻ താടി എടുത്തു കൊടുത്തു. അവർ രണ്ടാളും റീൽസും എടുത്തു. അമ്മ ആദ്യമായിട്ടാണ് ഇത്രയധികം അപ്പൂപ്പൻ താടീനെ കാണുന്നത്. അമ്മയുടെ സന്തോഷം കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. അപ്പൊ ഞാൻ അമ്മയുടെ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞപ്പോ ആന്റിക്ക് അപ്പൂപ്പൻ താടി വേണം അമ്മയുടെ പോലെ റീൽസ് എടുക്കാൻ. അപ്പൊ ഞാൻ നിലത്തുനിന്ന് കുറെ അപ്പൂപ്പൻ താടിയൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ അമ്മ വീഡിയോ എടുത്തു. എവിടെ നോക്കട്ടെ കണ്ടോ, ഒന്നും കൂടെ ഹെയർ ശരിയാക്കണ്ടോ. അപ്പൊ അതാ ഇങ്ങനത്തെ ഒരു സാധനത്തിലാണ് അപ്പൂപ്പൻ താടി ഉണ്ടാവണേന്നാണ് ഞങ്ങൾ ഇപ്പോഴാണ് അറിയണത്. അങ്ങനെ അപ്പൂപ്പൻ
അപ്പൂപ്പന്താടീനെ പിടിച്ചിട്ട് കുറേ അമ്മ ഊതി. ഇങ്ങനത്തെ ഒരു സാധനം, ഇതെന്താ മറ്റേ ദീപാവലിക്ക് വിളക്ക് കത്തിക്കില്ലേ ഒരു ചെരാത് പോലത്തെ സാധനം, അതിൻ്റെ ഉള്ളിലാണ് ഈ അപ്പൂപ്പന്താടിയൊക്കെ ഉണ്ടാവണേ. മാമൻ നോക്കുകയാണ് ഇനി അപ്പൂപ്പന്താടി മരത്തിലുണ്ടോന്ന്. ഗൈസ്, അപ്പൂപ്പന്താടി ഒരു മരമല്ല, ഒരു വള്ളി പോലത്തെ ഒരു സാധനം മരത്തിൻ്റെ ഇങ്ങനെ ചുറ്റി ചുറ്റി അതിലാണ് ഒരു കായ ഉണ്ടാവും. ആ കായ പൊളിച്ചാൽ, ഉണങ്ങിയ കായ പൊളിച്ചാൽ നമുക്ക് ഈ അപ്പൂപ്പന്താടി കിട്ടും. പിന്നെ കാണിക്കണത് നമ്മുടെ ആൻറ്റി ഒരു റീൽ എടുക്കണതാണ്. ആൻറ്റി ഇപ്പം കളിക്കുന്ന ഡാൻസിൻ്റെ പാട്ട് എമ്പുരാനത്തെ പാട്ടാണ്. ആൻറ്റിയുടെ അടുത്ത് ഞങ്ങൾ കുറേ പറഞ്ഞിട്ടാണ് ഒരു ഡാൻസും ചെയ്തത്. ഞാനും ഡാൻസ് പഠിക്കുന്ന കാരണം എനിക്ക് ഒത്തിരി ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും കുറച്ച് റീൽസൊക്കെ എടുത്തു. ഞങ്ങളിപ്പോൾ കളിക്കുന്ന പാട്ട് വാ പട 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 എന്നൻ കണ്ണമ്മയാണ് കളിക്കുന്ന പാട്ട്. ഞങ്ങൾ കുറച്ച് നേരം ആ മരത്തിലേക്ക് നോക്കി നിന്നപ്പോൾ ഞങ്ങളെല്ലാവരും ആത്മാവിനെ കണ്ടു. ആത്മാവെന്ന് വെച്ചാൽ ആലും മാവും കൂടി മിക്സ് ആയിട്ട് ഒരു ആത്മാവിനെയാണ് ഞങ്ങൾ കണ്ടത്. അങ്ങനെ അമ്മ നമുക്ക് രണ്ടാൾക്കും അപ്പൂപ്പന്താടി പറത്തണത് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ അപ്പൂപ്പന്താടി പറത്തിയപ്പോൾ അപ്പൂപ്പന്താടിക്ക് എന്നെ വിട്ടിട്ട് പോകാനൊരു ഇഷ്ടമില്ല. അങ്ങോട്ട് തിരിഞ്ഞു നിന്നപ്പോൾ കാറ്റിൻ്റെ ഡയറക്ഷൻ മാറിയപ്പോൾ അവർ പോയി. അങ്ങനെ ഞങ്ങൾ ആ അപ്പൂപ്പന്താടിയൊക്കെ പറത്തിയിട്ട് അവിടെ ഫുള്ള് അപ്പൂപ്പന്താടിയായി. അങ്ങനെ ഞങ്ങളൊരു മരത്തിൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ ഒരച്ചാച്ചൻ റേഡിയോ വെച്ച് പാട്ട് കേൾക്കണു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങാനായി, സമയമായി. അപ്പം ഞങ്ങൾ ഓടി ഇറങ്ങി, ചാടി ഇറങ്ങി, അങ്ങനെ ഇറങ്ങിയിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തു. അവനെ കുറച്ച് നേരം അവിടെ നിന്നു. അങ്ങനെ കുറച്ച് നേരം നിൽക്കുമ്പോൾ ഒരു ചേച്ചി അവിടെ സ്ലിപ്പായിട്ട് വീണു. അപ്പം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ താഴെ എത്തി ഇറങ്ങുമ്പോഴേക്ക് ഇരുട്ടായി. അമ്മ അതങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വണ്ടി കയറിയിട്ട് പോവാൻ തുടങ്ങി. ഞാനും അച്ഛനും അമ്മയാണ് പോയത്. ബാക്കിൽ മാമനും ഉണ്ണിയും ആൻറ്റിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഒരു ലൈറ്റ് ഇട്ട വീട്ടിലെത്തി. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ വല്ല കല്യാണമാവുന്നു. പിന്നെ പറഞ്ഞു പള്ളി പെരുന്നാളാണ്, നമ്മൾ പള്ളി പെരുന്നാൾ കാണാൻ പോവാന്ന്. അമ്മയും മാമനും വാനില ഐസ്ക്രീമാണ് വാങ്ങിയത്. ഞാനും ആൻറ്റിയും ചോക്ലേറ്റും, ഉണ്ണി സ്പാനിഷും, അച്ഛൻ കുൽഫിയും. അച്ഛൻ്റെ കുൽഫി ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. എനിക്ക് എല്ലാ ഐസ്ക്രീമും ഇഷ്ടമായത് കാരണം ഞാൻ എല്ലാവരുടെയും ഐസ്ക്രീമൊന്നും ടേസ്റ്റ് ഇങ്ങനെ നോക്കി. അവസാനം എനിക്ക് ഐസ്ക്രീം കിട്ടിയത്. അപ്പം എന്നോട് എല്ലാവരും ചോദിച്ചു. അപ്പം ഞാൻ കൊടുത്തില്ല. പിന്നെ അച്ഛൻ്റെ കുൽഫി എടുത്തിട്ട് ഞാൻ കുറച്ച് കഴിച്ചു. അപ്പം അച്ഛൻ എൻ്റെ ഐസ്ക്രീം വാങ്ങാൻ നോക്കി, പക്ഷെ ഞാൻ കൊടുത്തില്ല. പിന്നെ എനിക്ക് കളിപ്പാട്ട കട കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജി ആയി. പക്ഷെ ഒന്നും വാങ്ങിത്തില്ല എന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് മാൾട്ടി. ടാറ്റ.